തന്നെ ZDC റാങ്കിൽ എത്താൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. താങ്ക് യു ഷീന മാഡം. പിന്നെ അതുപോലെ ഞാൻ ഈ ഒരു ബിസിനസ് അവസരം വന്നതിൽ ആദ്യം തന്നെ ഞാൻ ദൈവത്തിനോട് പറയുന്നു. മൈസെൽഫ് ബിന്ദു കൃഷ്ണ ആദ്യം തന്നെ ഈ ബിസിനസ് അവസരത്തിൽ എത്തിച്ചതിന് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. കാരണം ഈ ഒരു ബിസിനസ് അവസരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ ബിസിനസ് ആണ്. അതുകൊണ്ട് തന്നെ ഭാഗ്യമുള്ള ആളുകളിലേക്ക് മാത്രമേ ഈ ബിസിനസ് എത്തൂ എന്ന് എപ്പോഴും നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ് ആയിട്ടുള്ള എല്ലാ ലീഡേഴ്സിനും, അതുപോലെ മുസ്തഫ് സാർ, അതുപോലെ ഉവൈസ് സാറ്, പിന്നെ ഷുഹൈബ് സാറ്, അൽതാഫ് സാറ്, എസ്പെഷ്യലി നമ്മുടെ മെന്റർ സ്മൈൽ സാറ് ഈ ഒരു അവസരത്തിൽ നന്ദിയോട് ഓർക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം SPG കോൺഗ്രസ് ഫാമിലി ആയിട്ടുള്ള ലതാ മേഡത്തിനോടും മനോജ് സാറിനോടും ഈ ഒരു അവസരത്തിൽ ഈ ഒരു രാവിലത്തെ ഈ ഒരു ഹൈപ്ലസ് മീറ്റിംഗ് ആവട്ടെ, റിഗ്നേറ്റീവ് ആവട്ടെ, എല്ലാ കാര്യങ്ങളും നമുക്ക് എത്തിച്ചു തരുന്ന അവരോടും കൂടി നമുക്ക് ഈ ഒരു അവസരത്തിൽ നന്ദി പറയാം. അതുപോലെ നമുക്കറിയാൻ പറ്റും നമ്മുടെ ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞ ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തിട്ടുള്ളത്. ഫാമിലി ആയിട്ടുള്ള വളരെ ഫാഷനായിട്ടും നെഞ്ചോട് ചേർത്ത് തന്നെയാണ് ഈ ബിസിനസ്. ഷീന മാഡം പറഞ്ഞതുപോലെ നെഞ്ചോട് ചേർത്ത് തന്നെയാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. ഒരു കരിയറായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നു. അതുപോലെ നമുക്കറിയാം രാവിലത്തെ ഈ ഒരു ഹൈപ്ലസ് മീറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒരു എനർജറ്റിക് തന്നെയാണ് അല്ലെ. രാവിലെ നമുക്ക് കിട്ടുന്ന ആ ഒരു മോർണിംഗ് സെഷൻ നമ്മൾ ആ ഒരു അതിലാണ് നമ്മുടെ തുടക്കം. ബിസിനസിന്റെ തുടക്കം നമുക്ക് അതിലാണ് വരുന്നത്, രാവിലത്തെ ഹൈപ്ലസ് മീറ്റിംഗ്. അപ്പൊ നമുക്ക് ആ രാവിലത്തെ അത് ആദ്യം തന്നെ ആ കിട്ടുന്ന ആ ഒരു സെഷനിലൂടെ നമുക്ക് ഒരു ദിവസത്തെ ഫുൾ എനർജിയാണ്. ആ രാവിലെ ഏതൊരു ലീഡേഴ്സ് ആവട്ടെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പോയിന്റുകളാണ് നമുക്ക് കിട്ടുക. ആ കിട്ടുന്നത് നമുക്ക് ഒരു പ്രത്യേക എനർജി തന്നെയാണ്. അപ്പൊ നമുക്കറിയാം നമുക്കിത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് പ്രയോറിറ്റി ചേഞ്ച് ചെയ്ത് ഇതിന് നമ്മൾ ഈ ഒരു ബിസിനസ്സിനെ ഏറ്റെടുത്ത് ചെയ്യുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ഈ ഒരു ബിസിനസ്സിനെ ചെയ്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ STC എന്നുള്ള റാങ്കിൽ പിടിക്കാൻ പറ്റി. അതുപോലെ ഇനി അടുത്ത് തന്നെ പെട്ടെന്ന് ഗോയിങ് RTC ആവാൻ പോകുന്നു. ലീഡേഴ്സിനെ വിശ്വസിച്ച് ലീഡേഴ്സിന്റെ കൈകൾ മുറുകെ പിടിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്താണ് നമുക്ക് പെട്ടെന്ന് സക്സസിലേക്ക് എത്തിപ്പെടാൻ പറ്റുക. കാരണം നമ്മളത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക മാത്രമല്ല, നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാൻ പോലും ചെയ്യുമ്പോഴാണ് നമുക്ക് സക്സസ് ആവാൻ പറ്റുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ ചെയ്തിട്ട് നമ്മൾ സക്സസ് ആയിട്ടല്ല നമ്മൾ ഈ ബിസിനസ്സിനെ കൊണ്ടുപോകുന്നത്. നമ്മൾ സക്സസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടാണ് നമ്മൾ സക്സസ് ആവുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുക്കുന്ന സമയത്ത് ഒരുപാട് പിന്നെ പ്രോഗ്രാമുകളിലൂടെയാണ് അല്ലെ. നമ്മൾ പ്രോഗ്രാമാണ് നമുക്ക് ഇതിന്റെ നട്ടെല്ല്. കാരണം നമ്മൾക്കറിയാം ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഇതേപോലത്തെ സൂം മീറ്റിംഗ് അതുപോലെ പ്രോഗ്രാം അല്ലെങ്കിൽ NDO ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ ഇതിൽ സീറോ ആണ്. കാരണം നമുക്ക് അറിയുന്നില്ല എങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. അപ്പൊ നമുക്ക് പ്രോഗ്രാം അതിന്റെ ഒരു വലിയ ഘടകം തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാം ഏതൊരു പ്രോഗ്രാമിലും നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ശൂന്യമാണ്. നമുക്ക് ആ ക്ലാസ് പിന്നെ നഷ്ടപ്പെട്ടു പോവുക. അപ്പൊ ആ ക്ലാസ് അത് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ ഈ പ്രോഗ്രാമുകളിലൂടെ നമുക്ക് ഒരു ഒട്ടനവധി നേട്ടങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ നമുക്കറിയാം ഇപ്പൊ അടുത്ത് ഞങ്ങൾക്ക് 10-11 തീയതികളിൽ RTP പ്രോഗ്രാം നടന്നു. കാരണം ഞങ്ങളുടെ മെന്റർ ബ്രാൻഡ് ന്യൂ NTC ലീഡർ നമുക്ക് ഒരു വലിയ സെഷൻ തന്നെയായിരുന്നു. കാരണം ബ്രെയിനെ മാറ്റി വെച്ചിട്ടുള്ള എങ്ങനെയാണ് നമുക്ക് ബ്രെയിൻ ഫുഡ് കൊടുക്കാന്ന് പറയും. നമ്മൾ കഴിക്കുന്ന ഫുഡല്ല, നമുക്ക് ബ്രെയിനായിട്ട് കൊടുക്കുന്ന ഒരു ഫുഡുണ്ട്. ആ ബ്രെയിൻ ഫുഡ് കൊടുക്കാന്ന് പറയുന്നത് 2 ദിവസത്തെ ആ ഒരു സെഷനിലൂടെ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള വേറൊരു ലെവലിലേക്ക് ഒരു വ്യക്തിയെ മാറ്റി വേറൊരു ലെവലിലേക്ക് എത്തിച്ചു തരാൻ സാറിന് സാധിച്ചു. കാരണം അതിന് ഒരു വലിയൊരു ബിഗ് സൈഡോട് തന്നെ സാറിന് കൊടുക്കാൻ പറ്റും. കാരണം അത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. കാരണം അത്രയും വലിയൊരു സെഷൻ തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു ക്ലാസ് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞപ്പോ അവിടെ നിന്ന് ഞാൻ ഇറങ്ങിയപ്പോ ഞങ്ങൾ വേറൊരു വ്യക്തികളായി മാറുകയായിരുന്നു. കാരണം അത്രയും നല്ലൊരു അതുപോലെ തന്നെ രാവിലെ കിട്ടിയ വിഷ്വലൈസേഷൻ ക്ലാസ് അത് നമുക്കറിയാം. നമ്മൾ സക്സസ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. എങ്കിലും കൂടി നമ്മളെ സക്സസിലേക്ക് എത്തി എന്നുള്ള ആ ഒരു ഉത്തമ ബോധം നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മളത് ആ സക്സസിലേക്ക് എത്തി എന്നുള്ളത് നമുക്ക് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ആ വിശ്ലേഷണ സമയത്ത് നമുക്ക് എന്തെന്നില്ലാത്തൊരു എനർജിയായി നമുക്ക് കിട്ടിക്കണം. അത് നല്ലൊരു തന്നെയായിരുന്നു. കാരണം സാറിന്റെ ആ ഒരു പല സെഷനുകളും സാറിന്റെ ഡ്രീം സെഷൻ പോലെയുള്ള പല സെഷനുകളിലും ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മഹാഭാഗ്യം തന്നെയാണ്. കാരണം സ്വപ്നങ്ങളില്ലാത്ത നമ്മളെ സ്വപ്നങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു സീറോ ആണ് സ്വപ്നമില്ലാത്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ആ സ്വപ്നങ്ങൾ ഉണ്ടാക്കി നമുക്ക് തന്ന പല ക്ലാസ്സുകളിലും ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ആ ഒരു സമയത്ത് ആ ഒരു സാറിന് നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. കാരണം നമുക്കറിയാം അതുപോലെ പ്രയോറിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിനെ ചെയ്തത്.
പ്രയോറിറ്റി ചേഞ്ച് ചെയ്ത് ആത്മാർത്ഥമായിട്ട് നമ്മൾ അതിന് വേണ്ടി ഒട്ടനവധി പ്രയോറിറ്റി ചേഞ്ച് ചെയ്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒട്ടനവധി നേട്ടങ്ങൾ നമുക്ക് നമ്മുടെ കമ്പനി നമ്മുടെ മുന്നിട്ട് വെച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഓരോ ഓഫറുകളും, കാരണം ചെറിയ ഓഫറുകളാണ് കമ്പനി നമുക്ക് തരുന്നത്. ആ ഓരോ ഓഫറുകളും നമുക്ക് കിട്ടുന്ന സമയത്ത് ആ ഒരു ഓഫറുകൾ വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ അതിന്റെ ആത്മാർത്ഥമായിട്ട് നമ്മളത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒട്ടനവധി നേട്ടങ്ങൾ നമുക്ക് അതിനെപ്പറ്റി ഒട്ടനവധി നേട്ടങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനെപ്പറ്റി സംസാരിക്കാൻ ഞാൻ അതുപോലെ നമ്മുടെ ഞാൻ പറഞ്ഞു ഫാമിലി ആയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. അതുപോലെ ഫാമിലി ആയിട്ട് ബിസിനസ് ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫാമിലി ആയിട്ട് ബിസിനസ് ചെയ്യുന്നു. അതുപോലെ ലൈഫ് പാർട്ട്ണറും ബിസിനസ് പാർട്ട്ണറും കൂടി ആയിട്ടുള്ള കൃഷ്ണൻ സാറിന് ഞാൻ സ്ക്രീൻ കൈമാറുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ. താങ്ക് യു ബിന്ദു മാഡം, താങ്ക് യു സിന മാഡം. അതൊക്കെ പവർഫുൾ ആയിട്ടുള്ള ലീഡർമാരാണ്. എന്തായാലും വളരെയേറെ സന്തോഷമുണ്ട് ഇന്ന് നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ. എന്തായാലും ഫാമിലി ആയിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു മെച്ചമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു സംസാരത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും, ബിസിനസ് ഷെയർ ചെയ്യാൻ പറ്റും, വർക്കുകൾ ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ റിസൾട്ട് ഒക്കെ എന്തായിരിക്കും? ഡബിൾ റിസൾട്ട് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഒരിക്കൽ കൂടി ദൈവത്തോട് നന്ദി പറയാണ്. നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ, പറഞ്ഞ് തീരാത്ത അത്രയും നേട്ടങ്ങൾ ഈ ഒരു ബിസിനസ്സിൽ ഒന്നാണ് നമുക്കുണ്ട്. അപ്പൊ എന്തായാലും ഒരു ഒത്തൊരുമയാണ് ഈ ഒരു ബിസിനസിന്റെ വലിയൊരു നേട്ടം എന്ന് പറയുന്നത്. ഫാമിലി ആയിട്ട് ചെയ്യുമ്പോഴാണ് വലിയൊരു നേട്ടം നമുക്ക് സംശാതമാകുന്നത്. ഒരുമയുണ്ടെങ്കിൽ വലക്കപ്പുറത്തും കിടക്കാമെന്ന് പറഞ്ഞ പോലെ ഒരുമയുണ്ടെങ്കിൽ ബിസിനസ് മൈ ലൈഫിന് വിജയിക്കാം എന്ന ഒരു പുതിയ വാക്യവുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒത്തൊരുമയുടെ ഈ ഒരു ഒത്തൊരുമ എന്ന് നിലനിർത്തുക. അപ്പോൾ തന്നെയാണ് നമുക്ക് ബിസിനസ് വലിയ രീതിയിൽ ടീമിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് വിജയിക്കാനും പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഇന്ന് മാനം തെളിഞ്ഞിട്ടുണ്ട്. മാനം തെളിഞ്ഞാൽ മനസ്സ് തെളിയും. മനസ്സ് തെളിയുമ്പോൾ നമ്മുടെ എനർജി കൂടും. നമ്മുടെ എനർജി കൂടുമ്പോൾ പ്രവർത്തനങ്ങൾ, വർക്കുകൾ കൂടും. വർക്കുകൾ കൂടുമ്പോൾ ജോയിനിങ് കൂടും. ജോയിനിങ് കൂടുമ്പോൾ GTSലേക്ക് ആളുകൾ കൂടും. ആളുകൾ കൂടുമ്പോൾ ക്ലോസിങ്ങുകൾ കൂടും. ക്ലോസിങ്ങുകൾ കൂടുമ്പോൾ വരുമാനങ്ങൾ കൂടും. വരുമാനങ്ങൾ കൂടുമ്പോൾ ടീമുകൾ വലിയ രീതിയിൽ വളരും. ടീമുകൾ വളരുമ്പോൾ താഴെ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒട്ടനവധി ലീഡേഴ്സ് വളരുന്നുണ്ടാകും. ആ ലീഡേഴ്സ് വളർന്നാൽ ഫാസ്റ്റ് ആയിട്ട് ഒരു പാസീവ് ഇൻകത്തിലേക്ക് നമ്മൾ മാറുന്നുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം മാനം തെളിയുമ്പോൾ മനസ്സ് തെളിയാൻ നമ്മൾ നിന്ന് കൊടുക്കുക. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. എല്ലാവർക്കും ആ വലിയ രീതിയിലുള്ള ഈ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവട്ടെ. അതിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ സ്വയം തയ്യാറാവുക. എന്തായാലും ഇവിടെ ഒട്ടനവധി നേട്ടങ്ങളുണ്ട്. എന്തായാലും ഏകദേശം ഒരു 10-26ഓളം നേട്ടങ്ങൾ എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ട്. എന്തായാലും അത് ഒരു നേട്ടം ശരിക്ക് ഒരു ഗുണം നമുക്ക് പറയുകയാണെങ്കിൽ ശരിക്കും 1 മണിക്കൂർ വേണം ഒരു ഗുണം പറയാമെന്നുണ്ടെങ്കിൽ. എന്തായാലും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് 1 കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാം. എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ കൂടി ഞാൻ അതൊന്ന് ഓർമ്മപ്പെടുത്തുമെന്ന് മാത്രമുള്ളൂ. കാരണം ഇവിടെ നമുക്ക് ആദ്യത്തെ ഒരു നേട്ടം എന്ന് പറയുമ്പോൾ ആ ഒരു വിത്തൗട്ട് ലാൻഡ് ലേബർ ക്യാപിറ്റൽ അല്ലെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഈ ഒരു കാര്യം മാത്രം മതി ഏതൊരു സാധാരണക്കാരനും ഈ ഒരു ബിസിനസ് പെട്ടെന്ന് തന്നെ ഏറ്റെടുക്കാൻ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്കറിയാൻ പറ്റും ടാറ്റയും ബിർളയും റിലയൻസും അതുപോലെ തന്നെ ഗവൺമെന്റ് കൊടുക്കുന്ന ജോബുകളും എല്ലാം കൂട്ടി വെച്ച് തൂക്കിയാൽ തന്നെ ഏറ്റവും അതിനേക്കാൾ എത്രയൊക്കെ മടങ്ങ് മുന്നിലാണ് നമ്മുടെ ഈ ഡയറക്ട് സെല്ലിങ്ങിലൂടെ ആളുകൾക്ക് ജോലി കൊടുക്കുന്നത്. അത് ശരിക്കും തിരിച്ചറിയേണ്ട ഒരു സത്യം തന്നെയാണ്. ഇതിന്റെ കണക്കുകൾ പിന്നീട് മെന്റർ നമുക്ക് പറഞ്ഞു തന്നപ്പോഴാണ് ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടായത്. കാരണം എത്രയോ ആളുകൾക്ക് ചെറുതും വലുതുമായിട്ടുള്ള വരുമാനങ്ങൾ, എത്രയോ കുടുംബങ്ങൾക്ക് നല്ലൊരു ലൈഫിലേക്ക് എത്താനും നല്ലൊരു എന്താ പറയാ ലൈഫിലേക്ക് മാറാനും സക്സസിലേക്ക് എത്താനും ഒട്ടനവധി കുടുംബങ്ങൾക്ക് സഹായമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ലോകത്തോളം ഉയരാൻ പോകുന്ന ഒരു സാധ്യതയുള്ള ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയാനും കാരണം. ഓക്കെ, അപ്പൊ നമുക്ക് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഇല്ലാതെ ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാൻ പറ്റും നമ്മളൊരു ട്രഡീഷണൽ മാർക്കറ്റിൽ നമ്മളൊരു സ്ഥാപനം തുടങ്ങാന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും എന്തൊക്കെ പ്രയാസങ്ങളാണ് പ്രതിസന്ധികളാണ് ഉണ്ടാവുക നമുക്കറിയാൻ പറ്റും. കാരണം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു കട തുടങ്ങണമെങ്കിൽ തന്നെ അതിന്റെ ആ ഒരു ലാൻഡ് നമ്മൾ കണ്ടെത്തണം. ആ
ആ ലാൻഡ് കണ്ടെത്തണമെങ്കിൽ അതിൻ്റെതായ നമ്മൾ ഏതാണോ ഒരു ഷോപ്പ് തുടങ്ങുന്നത് ആ ഷോപ്പ് പറ്റുന്ന അനുയോജ്യമായിട്ടുള്ള ഒരു ലാൻഡ് തന്നെ ആയിരിക്കണം നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ആ ഒരു ലാൻഡ് കണ്ടെത്തുമ്പോൾ അത് ജനങ്ങൾക്ക് എന്താ പറയാ വരാനും പോകാനുമുള്ള സൗകര്യമുള്ള ഒരു ലാൻഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ആ ലാൻഡിലേക്ക് വല്ല പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. അപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു മില്ല് തുടങ്ങാന്ന് വിചാരിക്കാം, ഒരു പൊടി മില്ല് അല്ലെങ്കിൽ ഒരു മരമില്ല് അറിയല്ലോ. അപ്പൊ ആ മില്ലുകൾ തുടങ്ങുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അത് എല്ലാ സ്ഥലത്തും നമുക്ക് തുടങ്ങാൻ പറ്റില്ല. കാരണം അത് ഒരു ജനക്കൂട്ടം അല്ലെങ്കിൽ ഒരുപാട് വീടുകളുള്ള സ്ഥലങ്ങളിൽ അത് തുടങ്ങണമെങ്കിൽ അവിടെ പെർമിഷൻ വേണം. കാരണം എന്താ വെച്ചാൽ അവിടെ ശബ്ദ മലിനീകരണങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അപ്പൊ അവരുടെ പെർമിഷൻ വേണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയതിനു ആ ഒരു ലാൻഡ് നമുക്ക് ആ ഷോപ്പിന് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് പറ്റുകയുള്ളൂ. അതുപോലെ ഫാക്ടറികൾ തുടങ്ങുകയാണെങ്കിലും അത് ഒരു ഒഴിഞ്ഞ സ്ഥലത്തായിരിക്കണം. അപ്പോൾ ജനങ്ങൾക്ക് ഒരു പ്രയാസകരമല്ലാത്ത രീതിയിലായിരിക്കണം അത് തുടങ്ങേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ലാൻഡ് ആയിരിക്കണം നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ അതിലൊരു ഒരുപാട് പ്രയാസങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ഷോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണോ അതോ ഗ്രൗണ്ട് ഫ്ലോറിൽ ഉള്ള ഷോപ്പുകളാണോ അത് ചെയ്യേണ്ടത്? കാരണം ആളുകൾക്ക് വന്നു പോകാനുള്ള സൗകര്യം നോക്കണം, പാർക്കിംഗ് ഏരിയ സൗകര്യങ്ങൾ നോക്കണം, ആ ഷോപ്പിന്റെ എന്താ പറയാ ആംബിയൻസ് നോക്കണം, നമ്മൾ തുടങ്ങാനുള്ള ഷോപ്പ് അതിൽ കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോഴും നമുക്ക് ഒരുപാട് സമയം എടുക്കുന്നുണ്ട് ആ ഒരു ഷോപ്പ് തുടങ്ങാൻ തന്നെ. അതുപോലെ തന്നെ അതിന് അനുസരിച്ചിട്ടുമായിട്ടുള്ള അതെല്ലാം ഒത്തു വന്നാലും അതിന് അനുസരിച്ചുള്ള അർത്ഥമായിട്ടുള്ള അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ലേബർ, അതിൻ്റെ ഒരു ജോലിക്കാർ നമുക്ക് സെറ്റാക്കേണ്ടതുണ്ട്. നമുക്കറിയാൻ പറ്റും, ഞാൻ തന്നെ ഇപ്പൊ ഞാനൊരു കൂലിപ്പണി മേഖലയിലായിരുന്നു 26 വർഷം ജോലി ചെയ്തിരുന്നത്. അവിടെ ഞാനൊരു പണിക്കാരനെ അന്വേഷിച്ച് ചിലപ്പം 2-3 ദിവസം അന്വേഷിച്ച് നടന്നാലേ എനിക്കൊരു ജോലിക്കാരനെ ഒരു പണിക്കാരനെ കിട്ടുകയുള്ളൂ. അപ്പൊ ഏതൊരു മേഖലയും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതെല്ലാം ഷോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഷോപ്പിലേക്ക് ലേബേഴ്സിനെ തൊഴിലാളികളെ നമുക്ക് എടുക്കണമെങ്കിൽ വളരെ പ്രയാസകരമായ രീതിയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അതിന്റെ ഇന്റർവ്യൂ ചെയ്ത് എടുക്കാനുള്ള ലാബേഴ്സ് ഉണ്ടാവും അതുപോലുള്ള ഓഫീസുകളിൽ. അതുപോലെ തന്നെ നമുക്ക് ഒരു ലാബേഴ്സിന് കിട്ടിയാൽ തന്നെ, ഒരു ജോലിക്കാരനെ കിട്ടിയാൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളും അല്ലെങ്കിൽ അദ്ദേഹം 4 ദിവസം ജോലിക്ക് വന്നിട്ടില്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ അവിടെ അങ്ങനെ പ്രശ്നങ്ങൾ. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ തരണം ചെയ്തിട്ട് വേണം നമുക്ക് എന്തായാലും ഒരു ഷോപ്പ് ചെയ്യാൻ. ഓക്കെ, അത് നമ്മൾ നാട്ടിലാണെങ്കിൽ. അതേ സ്ഥലത്ത് നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമുക്കൊരു ഷോപ്പ് ഇടണമെങ്കിൽ നമുക്ക് അതിന്റെ ഡബിൾ അതിന്റെ ഇരട്ടി പ്രയാസങ്ങൾ നാം അനുഭവിക്കുന്നുണ്ട്. കാരണം ആ തന്നെ തമിഴ്നാട്ടിലേക്ക് ഒരു ഷോപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ തമിഴ്നാട്ടിലേക്ക് പോയി വരാനുള്ള ചെലവുകളും സമയങ്ങളും, അതുപോലെ തന്നെ അവിടെ ഒരു ഷോപ്പ് ഇടണമെങ്കിൽ അവിടെയുള്ള പഞ്ചായത്തിലും അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണോ നമുക്ക് അതിന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് ആ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴേക്കും നമുക്ക് ഒരുപാട് എക്സ്പെൻസും കൂടും, അതുപോലെ തന്നെ ടൈമും കൂടും. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ട്രഡീഷണൽ ബിസിനസ്സിൽ ഒരു ഷോപ്പുകളോ മറ്റോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. ഇവിടെ നമ്മൾ ചിന്തിച്ചു നോക്കുക. അതുപോലെ തന്നെ അതിന്റെ ഒരു എമൗണ്ട് ഒരു 50 ലക്ഷത്തിന്റെ ഒരു ഷോപ്പ് ഇടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു 60 ലക്ഷം നമ്മളത് കണ്ടെത്തേണ്ടി വരുന്നുണ്ട്. അപ്പൊ അത്രയ്ക്കും പ്രയാസപ്പെട്ടിട്ടാണ് നമ്മൾ ഒരു ഷോപ്പുകൾ ഇടുന്നത്. എന്നിട്ടും അതെല്ലാം സെറ്റായതിനു ശേഷം ആ ഷോപ്പ് എത്രത്തോളം അത് മുന്നോട്ട് പോകുന്നുള്ളതിലും നമുക്ക് വലിയൊരു പ്രതീക്ഷയില്ല. കാരണം ഒരു കൊറോണ പോലെയുള്ള പ്രയാസങ്ങൾ വന്നാൽ, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം പോലുള്ള പ്രയാസങ്ങൾ വന്നാൽ ചില ഷോപ്പുകൾ പൂട്ടിയിടേണ്ട അവസ്ഥയിലേക്കാണ് വരുന്നത്. നമുക്കറിയാൻ പറ്റും 2023 കണക്കെടുപ്പ് പ്രകാരം 1 ലക്ഷത്തിന് മുകളിൽ കടകൾ പൂട്ടി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം അവരൊക്കെ എന്താ പറയാ കെട്ടുതാലി വരെ വിറ്റിട്ട് ഷോപ്പുകൾ തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ടായി. അപ്പൊ അവര് എന്താ പറയുക ഒരു സൂയിസൈഡിന്റെ വക്കത്ത് നിൽക്കുന്ന ആളുകൾ വരെ ഉണ്ട്. കാരണം അത്രയും പ്രയാസമാണ്. കാരണം അവരുടെ ഒരു പ്രതീക്ഷയായിരുന്നു ആ ഒരു ഷോപ്പ്. ഇങ്ങനെ ഒന്നും സംഭവിക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ എത്രയോ ആളുകൾ കഷ്ടപ്പെടുന്ന ഒരു സമയത്ത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നമ്മൾ നിൽക്കുന്ന സ്പോട്ടിൽ തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് നമ്മുടെ ഈ ഒരു എന്താ പറയാ മൈലേജ് സ്റ്റൈലിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ബിസിനസ്. അപ്പൊ ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് ഡീപ്പായിട്ട് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും അപ്പൊ നമുക്ക് എന്താ പറയാ ഏതൊരു സാധാരണക്കാരനും നമുക്ക് തുടങ്ങാൻ പറ്റുന്ന എപ്പോഴും ഏത് സമയത്തും തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. കാരണം ഇവിടെ നമ്മൾ കമ്പനിക്ക് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും,
നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത് വരുന്ന ഒരു കാര്യമാണ് ടീം വർക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്. അതെനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ടീം വർക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാല് അപ്പൊ ഞാൻ ഈ ഒരു ബിസിനസിൽ ഒപ്പ് ചേർത്തതിന് മുന്നേ തന്നെ നമ്മള് ലീഡേഴ്സ് വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോ അതില് എന്നെ അട്രാക്ട് ചെയ്ത ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇത് ആ ടീം വർക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ടീം വർക്കായിട്ടാണ് ഇത് ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായത്. കാരണം എന്താ വെച്ചാല് എന്റെ ജീവിതത്തിൽ ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടി തന്നെ എനിക്കത് ആ ഒരു പ്രയാസം വന്നത് കൊണ്ടാണ്, അത് നല്ലതിനാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ദൈവം അങ്ങനെ തന്നത് നല്ലതാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം വെച്ചാല് 10-26 വർഷം ഞാൻ ഈ ഒരു കൂലിപ്പണി മേഖലയിലായിരുന്നു. കൂലിപ്പണി മേഖലയിൽ നിന്ന് കുറച്ച് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, കോൺട്രാക്ട് ഫീൽഡിലേക്ക് മാറി. അതെന്താണ്, കൂലിപ്പണിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി വരുമാനം കൂടുതൽ എന്തെങ്കിലും കോൺട്രാക്ട് ഫീൽഡിൽ കിട്ടുന്നുള്ള ലെവലിലാണ് അങ്ങനെ മാറിയത്. സത്യമാണ്, അത് കിട്ടും. അന്ന് ക്യാഷ് ഉണ്ടായിരുന്നു, വണ്ടി ഓട്ടാനുള്ള പ്രയാസങ്ങളില്ല, വണ്ടി ഉണ്ട്, ക്യാഷ് ഉണ്ട്. എവിടെ നമ്മൾ ഏത് വീട്ടിൽ നിന്ന് ചോദിച്ചാലും 1 ലക്ഷം 2 ലക്ഷം രൂപ തരും. നമ്മള് ജോലി ചെയ്യുന്ന വീടുകളിൽ നിന്ന് ചോദിച്ചാൽ നമുക്കത് കിട്ടും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു അന്ന്. പക്ഷെ നമ്മള് കൂലിപ്പണിയിൽ നിന്ന് നമ്മൾ കോൺട്രാക്ട് ഫീൽഡിലേക്ക് മാറിയാൽ ക്യാഷ് കൂടും, പക്ഷെ വേറൊരു സംഭവം കൂടും, എന്ത് ടെൻഷൻ. ഭയങ്കര ടെൻഷനാണ്. കാരണം കൂലിപ്പണി എന്ന് പറയുന്നത് നമുക്ക് രാവിലെ പണിക്ക് പോയാൽ വൈകുന്നേരം കൂലി വാങ്ങിയിട്ട് വരാം. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ രാവിലെ ഒരു 7 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ രാത്രി 10 മണിയാകുമ്പോൾ വീട്ടിലെത്താൻ. എന്താണ് നമ്മൾ പണി തേറ്റത്തെ കാര്യങ്ങൾ നോക്കണം, അവിടുത്തെ മെറ്റീരിയൽസിൽ വാങ്ങിക്കൊടുക്കണം. ആ മെറ്റീരിയൽസ് വാങ്ങിക്കൊടുക്കുന്ന കടകളിൽ നമ്മൾ ചില കാര്യങ്ങൾ അത് ചെയ്ത് സെറ്റാക്കി കൊടുക്കണം. അങ്ങനെ ലേബേഴ്സിനെ എത്തിക്കണം. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ടാവും, നമുക്ക് ടെൻഷന് കൂടുകയുള്ളൂ. അപ്പൊ ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഒരു എന്താ പറയാ, ഞാൻ ടർഫിന്റെ മുകളിൽ നിന്ന് ഞാൻ പണിയെടുക്കുന്ന സമയത്ത് 2-3 പ്രാവശ്യം ഞാൻ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ മൂന്നാമത്തെ ആ വീഴ്ചയിലാണ് എനിക്ക് ഏകദേശം ഒരു 4 മാസത്തോളം വീട്ടിൽ ബെഡ് റെസ്റ്റിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് എന്തായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയാണ് ഇൻഡിവിജ്വൽ എഫേർട്ടിന്റെ ഒരു പ്രയാസം നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ അവിടെ എന്റെ പണിസ്ഥലത്തിൽ പ്രയാസങ്ങൾ വന്നു, ലാബേഴ്സ് ഒക്കെ അതത് വഴിക്ക് പോയി. അപ്പൊ എല്ലാം തകിടം മറിഞ്ഞ ശൂന്യതയിലേക്ക് വന്ന ഒരു സമയമായിരുന്നു അത്. അപ്പോഴാണ് നമ്മൾ കിടന്നിട്ട് ഇങ്ങനെ ആലോചിക്കാനുള്ള സമയം ഉണ്ടല്ലോ, 3-4 മാസം കിട്ടിയല്ലോ, ഇങ്ങനെ ആലോചിക്കുന്നത്, നമ്മൾ നമ്മുടെ ജീവിതം റിവൈൻഡ് ചെയ്ത് നോക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളെ സഹായിക്കാൻ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ കുടുംബക്കാരൊക്കെ നമുക്ക് അത്യാവശ്യത്തിനൊക്കെ, ആരും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കുടുംബക്കാർ അത്യാവശ്യത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. അതൊരു സമയം വരെ ഉള്ളൂ. നമ്മുടെ ജോലി എടുക്കുന്ന ആ ഒരു ഏതൊരു ഒരു വീട്ടിൽ നിന്ന് പോലും ഒരു ഗുളിക പോലും വാങ്ങി തരാൻ ആരും ഉണ്ടായിരുന്നില്ല. കാരണം അവിടെയാണ് നമ്മൾ ടീം വർക്കിന്റെ ഒരു മേന്മ വരുന്നത്. ഇൻഡിവിജ്വൽ എഫേർട്ടിന്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ നോക്കുമ്പോൾ ടീം വർക്കാണ്. കാരണം ഇവിടെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലും, അല്ലെങ്കിൽ നമ്മളില്ലെങ്കിൽ തന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മളില്ലെങ്കിൽ തന്നെ നമ്മുടെ കുടുംബം സേഫ് ആണ് എന്നുള്ള ലെവലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഇവിടെ അന്ന് ലീഡേഴ്സ് പറഞ്ഞത് എന്താ വെച്ചാല്, ഞങ്ങൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും, നിങ്ങൾ വിജയം വരെ നമ്മളെ കൂടെ ഉണ്ടാവും എന്ന് ലീഡേഴ്സ് പറഞ്ഞു. പക്ഷെ അതൊരു സത്യം തന്നെയാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ വന്ന പ്ലാറ്റ്ഫോം അതായതുകൊണ്ടാണ്. SPG എന്ന സക്സസ്ഫുൾ ഗ്ലോബൽ എന്ന ഓർഗനൈസേഷനിൽ ആ പ്ലാറ്റ്ഫോമിൽ വന്നപ്പോ പിന്നീട് എനിക്ക് മനസ്സിലായി, അന്ന് ഇവർ പറഞ്ഞത് സത്യമാണ്. കാരണം ഇവരെപ്പോഴും എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും എന്നുള്ളത്. കാരണം ഇപ്പോഴും ഈ നിമിഷം വരെ നമ്മുടെ കൂടെ ലീഡേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ആ ടീം വർക്കിലൂടെ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. അപ്പൊ ആ ഒരു എന്താ പറയുക, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ജോലി നമുക്കൊരു ശാശ്വതമല്ല, നമ്മളെപ്പോഴും ചെയ്യും. കാരണം നമ്മൾ ഹെൽത്ത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏതൊരു ജോലി നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഏത് സമയത്തും എപ്പോഴും നമുക്ക് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ലീഡേഴ്സും ഓർഗനൈസേഷനും എല്ലാം നമുക്ക് ഇവിടെ സംജാതമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ബിസിനസിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോകാൻ നമുക്ക് പറ്റും. അപ്പൊ മൂന്നാമത് വരുന്നത് നമുക്കിതൊരു സത്യസന്ധമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത്. എന്താ വെച്ചാൽ നമുക്കറിയാൻ പറ്റും, നമുക്ക് എന്താ പറയാ, ഒരു ട്രഡീഷണൽ മാർക്കറ്റിൽ നമ്മൾ ഷോപ്പിലൊക്കെ നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഒരു പേസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഉൽപ്പന്നം ശരിക്കും നമ്മൾ അറിയാൻ പറ്റും. പേരെടുത്ത് ഞാൻ പറയുന്നില്ല, നമ്മള് കടകളിൽ നിന്ന് വാങ്ങുന്ന പേസ്റ്റ്, അവിടെ അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവാം ക്യാൻസർ വരെ വരാൻ സാധ്യതയുള്ള സംഭവങ്ങൾ ആ ഒരു ഇൻഗ്രീഡിയൻസ് അതിലുണ്ട്. അപ്പൊ അങ്ങനെ
വളരെ മാരകമായ അസുഖങ്ങൾ നമുക്ക് പിടിപെടാൻ എന്താ പറയുക നമ്മളിലേക്ക് വരാനുള്ള ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ അതിന്റെ ഉൽപ്പന്നങ്ങളിൽ ചേർത്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ പറ്റും. എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യും, ആ പരസ്യം കണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ ജെനുവിനിറ്റി എന്തിനാണുള്ളത്? നമുക്കെല്ലാം കൂടെ ഇവിടെ എന്താ പറയുക, ഹറാമും ഹലാലും എന്നുള്ള ആ ഒരു വിഷയം നമ്മൾ ഇവിടെയാണ് നമ്മൾ തികഞ്ഞു നോക്കേണ്ടത്. കാരണം അങ്ങനെ ഒരു ഉൽപ്പന്നം ഒരു ജനങ്ങളിലേക്ക്, ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനല്ല, ആരോഗ്യം കേടുവരുത്താനുള്ള ഉൽപ്പന്നങ്ങളാണ് അവർ കൊടുക്കുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ സത്യസന്ധത നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇപ്പൊ നമുക്കറിയാൻ പറ്റും, ഒരു ഇപ്പൊ ഇവിടെ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ നമ്മളൊരു ഉൽപ്പന്നം കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പേസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് സത്യസന്ധ രീതിയിൽ നമ്മളത് കൊടുക്കുന്നു. കാരണം എന്താ വെച്ചാൽ അതിലൊരു വാർണിംഗ് പോലും എഴുതിയിട്ടില്ല. അത് എന്ത് സംഭവിച്ചാലും കമ്പനി ഉത്തരവാദിത്തമാണ്. അങ്ങനെ ധൈര്യത്തോടെ കൊടുക്കാൻ ഒരു ഉൽപ്പന്നം കൊടുക്കണമെങ്കിൽ ആ കമ്പനിക്ക് എത്രത്തോളം അതിന്റെ സാധ്യത ഉണ്ടാവണം, അല്ലെങ്കിൽ അവർക്ക് അതിന്റെ ഒരു വിശ്വാസം ഉണ്ടാവണം. അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് സത്യസന്ധമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. അതുപോലെ തന്നെ ഒരു ബേക്കറിയിൽ നമുക്ക് ഒരു ബേക്കറിയിൽ കയറിയിട്ട് നമ്മളൊരു ഐറ്റംസ് നമ്മൾ ചോദിക്കുക, അല്ലെങ്കിൽ ഒരു കേക്ക് നമ്മൾ ചോദിക്കുന്നു, ഇത് ഇന്നുണ്ടാക്കിയതാണ്, അത് ഫ്രഷ് ആണെന്ന് ചോദിക്കും. അവരെന്താ പറയുക, ആ ഫ്രഷ് ആണ്, അത് ഇന്ന് ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ. അത് പക്ഷെ അത് കൊണ്ടുവന്ന് വെച്ചിട്ട് ചിലപ്പോൾ 3-4 ദിവസം കഴിഞ്ഞിട്ട്. പക്ഷെ അവർക്ക് അത് പറയാൻ നിവൃത്തില്ല. കാരണം അവരെ ബിസിനസ് അവിടെ നടക്കണം, കച്ചവടം നടക്കണം. അപ്പൊ അവിടെ നമ്മൾ ചിന്തിച്ചു നോക്കുക, അവിടെയാണോ ജെനുവിനിറ്റി, അവരിൽ സത്യസന്ധമായിട്ടാണോ അവിടെ പറയുന്നത്? ഇവിടെ നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ ഒരു ഉൽപ്പന്നം കൊടുക്കുമ്പോൾ നമ്മളത് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്, അല്ലെ? അപ്പൊ അവിടെയാണ് സത്യസന്ധത നിലനിർത്തുന്നത്. അവിടെ നമ്മൾ അത് ഉപയോഗിച്ച് അതിന്റെ ഗുണങ്ങൾ കണ്ടു, അതിന്റെ ഫലങ്ങൾ കണ്ടു, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, മറ്റൊരാൾക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് വിൽക്കുന്നത്, അല്ലെങ്കിൽ കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ അവിടെ നമ്മൾ സത്യസന്ധത നിലനിർത്തി പോകുന്ന ഒരു പ്രൊഡക്റ്റിന്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സമയത്തിന് പരിധിയുണ്ട്. അപ്പൊ എന്തായാലും അതിന്റെ പ്രൊഡക്റ്റിന്റെ ഒരു ഗുണങ്ങൾ നമുക്ക് അങ്ങനെ സംജാതമാകുന്നു. അതുപോലെ തന്നെ പ്രൊജക്ടിന്റെ ഒരുപാട് സത്യസന്ധതകൾ നമുക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇൻകം പ്ലാൻസിൽ കറക്റ്റ് നമുക്ക് ആ സത്യസന്ധത മനസ്സിലാക്കാൻ പറ്റും. ആളുകളെല്ലാരും പറയുന്നുണ്ട്, എന്തായാലും ഇത് മറ്റുള്ളവൻ അല്ല താഴെ വന്നവൻ ബിസിനസ് ചെയ്തിട്ടാണ് മറ്റുള്ളവർക്ക് ബിസിനസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വരുമാനം. അതൊക്കെ അത് സത്യം തന്നെയാണ്. താഴെയുള്ളവൻ ബിസിനസ് ചെയ്യുന്നു, പക്ഷെ അത് മുകളിലുള്ളവൻ അത് സഹായിച്ചിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ അതുപോലെ തന്നെ മറ്റുള്ളവരെ ക്യാഷല്ലേ മുകളിലുള്ളവൻ കിട്ടുന്നു എന്നുള്ളതും അതും എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ചിന്തിച്ച് നോക്കുക, അത് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ പറയുക, ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കുന്ന ഈ 40-60% നമുക്ക് ഇവിടെ കമ്പനി 12% നമുക്ക് വീതിച്ചു തരുന്നത്. അതൊക്കെ അത് ഇന്നിപ്പോ ജോയിൻ ചെയ്ത ഒരു വ്യക്തിക്കാരും ശരി, 1.5 കോടി വാങ്ങുന്ന മുബീൻ സാറിനായാലും ശരി, ഈ 12% തന്നെയാണ് കമ്പനി എല്ലാവർക്കും ഒരേപോലെ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ആ ഒരു സത്യസന്ധത, ജെന്യൂനിറ്റി ഇവിടെ ഉണ്ട്. കാരണം മുകളിലുള്ള ആളുകൾക്ക് കൂടുതൽ എന്താ പറയുക ശതമാനം കൊടുക്കുന്നു, താഴെയുള്ള ആളുകൾക്ക് കുറഞ്ഞ ശതമാനം കൊടുക്കുന്നു എങ്കിൽ അത് ഒരു തട്ടിപ്പാണ്, നമുക്കറിയാൻ പറ്റും. പക്ഷെ ഇവിടെ എല്ലാവരും ഒരേപോലെയാണ്. അപ്പോ ആ ഒരു സിസ്റ്റം തന്നെയാണ് ഇവിടെ കമ്പനി നമുക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോ നമ്മുടെ താഴെ വന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, 1 രൂപ പോലും നമ്മൾ വാങ്ങുന്നില്ല. ഇപ്പൊ ജോയിനിങ് ഫോമിന് പോലും 2 രൂപയാണ്. അതും പുതിയൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങാൻ പാടില്ല എന്ന് ഗവൺമെന്റ് റൂൾസ് ആണ്. അപ്പൊ അതൊക്കെ ഗവൺമെന്റിന്റെ ഒരുപാട് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ കമ്പനി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏകദേശം 400 കമ്പനികളിൽ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി ആയതും. അപ്പൊ അവിടെ ഒരു ജെനുവിനിറ്റി അല്ലെങ്കിൽ സത്യസന്ധത നിലനിർത്തുന്നത് കൊണ്ട് തന്നെയാണ് ഈ 12 വർഷത്തോളമായിട്ട് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റിലായാലും പ്രൊജക്റ്റിലായാലും ഒരു നെഗറ്റീവ്സിന്റെ ഒരു ലൈന് പോലും നമ്മൾ ഇത് വന്നിട്ടില്ല. അപ്പൊ അവിടെയാണ്, ആ ഒരു കമ്പനിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ പറയുന്നതും ജെനുവിനിറ്റിയാണ്, ചെയ്യുന്നതും ജെനുവിനിറ്റിയാണ്, ചെയ്യിപ്പിക്കുന്നതും ജെനുവിനിറ്റിയാണ്, നമുക്ക് കിട്ടുന്നതും സത്യസന്ധമായിട്ടുള്ള ഒരു വരുമാനം തന്നെയാണ്. കൊടുക്കുന്ന ക്യാഷിന് അതിൻ്റെതായ മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു ജെനുവിനിറ്റി ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ്. അതുപോലെ തന്നെ എവരിവൺ ക്യാൻ, ഏതൊരു വ്യക്തിക്കും ഏതൊരാൾക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണിത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബിസിനസ് എനിക്ക് കിട്ടിയ ഒരു ദൈവികമായിട്ടുള്ളൊരു ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ എന്നെ പോലുള്ള ഒരു വ്യക്തിക്ക്, പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു എന്താ പറയുക, ശാരീരികമായിട്ട് ഒരു പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. കാഴ്ചക്ക് ചെറിയ പ്രശ്നമല്ല, ഏകദേശം പ്രശ്നം തന്നെയാണ്. ഇവിടെ എന്ന് വെച്ചാല് എനിക്കിപ്പോ
എന്താ പറയുക ഈ ഒരു ബിസിനസ്സിൽ ആക്റ്റീവായി ചെയ്യാൻ പറ്റുന്നുണ്ട്. അതല്ലാതെ ഞാൻ മുന്നേ ചെയ്തിരുന്ന ബിസിനസ് ആണെങ്കിൽ എനിക്ക് അത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം എന്താ വെച്ചാല് കാഴ്ചയുടെ പ്രശ്നമാണെങ്കിൽ നമുക്ക് ഒരു ജോലി ചെയ്യാൻ പറ്റില്ല, ഒരു സ്ഥലങ്ങളിലും പോകാൻ പറ്റില്ല. എവിടെ നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ഇതല്ലെങ്കിൽ ഞാൻ ശരിക്കും ഒരു അടച്ചുപൂട്ടി അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ട ഒരു വ്യക്തിയാണ്. കാരണം ഒരു ഒരാളും സഹായത്തിനില്ലാതെ നമുക്ക് എവിടേക്കും പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഇവിടെ ആലോചിച്ച് നോക്കുക, ഇവിടെ നമുക്ക് എന്റെ കാഴ്ച എല്ലാം ഇവിടെയുള്ള പ്രധാനം. എനിക്ക് കാഴ്ചന്റെ കുറവാണെങ്കിൽ പോലും കാഴ്ചയുള്ള നൂറുകണക്കിന് ആളുകൾ എന്റെ ടീമിൽ എന്റെ കൂടെ ഉണ്ട്. കാഴ്ചയുള്ള ഒരുപാട് അപ്ലൈൻസ് എന്റെ കൂടെ ഉണ്ട് എന്നെ സഹായിക്കാൻ. കാഴ്ചയുള്ള ഒരുപാട് ഡൗൺലൈൻസ് എന്റെ കൂടെ, സഹപ്രവർത്തകർ എന്റെ കൂടെ ഉണ്ട്. അവിടെ നിന്ന് ആലോചിക്കുക, നമുക്ക് രണ്ട് കണ്ണിന് കാഴ്ച കുറവാണെങ്കിൽ പോലും എത്രയോ നൂറുകണക്കിന് കാഴ്ചയുള്ള കണ്ണുകൾ നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ സഹായിക്കാൻ നമ്മളെ കൂടെയുണ്ട്. അവിടെയാണ് ഈ ഒരു ബിസിനസിന്റെ വലിയൊരു അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമുണ്ട്. കാരണം എന്റെ വീട്ടിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുപോകാൻ അല്ലെങ്കിൽ സഹായിക്കാൻ ഇല്ലെങ്കിൽ പോലും, ആള് എത്തിയിട്ടില്ലെങ്കിൽ പോലും എന്റെ സഹപ്രവർത്തകർ എന്നെ കൂടെ സഹായിക്കാൻ, എവിടേക്ക് കൊണ്ടുപോകാനും എന്റെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അത് ചെയ്തു തരാനും ഒക്കെ ഉള്ള ഒരു ആളുകൾ എന്റെ കൂടെ ഉണ്ട്. അതാണ് നമ്മൾ ടീം വർക്കിന്റെ ഒരു പ്രത്യേകത കൂടി അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു വിഷയം നമുക്കില്ല. കാഴ്ചയുണ്ടോ, കൈയുണ്ടോ, കാലുണ്ടോ, ഇതൊന്നും നമുക്ക് ഒരു വിഷയങ്ങളല്ല. കാരണം ഇതൊക്കെ ഉള്ള ആളുകൾ സഹായിക്കാൻ നമ്മുടെ കൂടെ ഒരു റെഡിയാണ്. ഉദാഹരണത്തിന് മുഹമ്മദ് തൻഷൻ എന്ന് പറഞ്ഞ ഒരു ലീഡർ, കണ്ണൂരിലെ ഒരു ലീഡർ നമുക്കറിയാൻ പറ്റും. അദ്ദേഹത്തിന് ശരിക്ക് കയ്യും കാലും ഉണ്ടോ എന്ന് തന്നെ ശരിക്കും നമുക്ക് അറിയാൻ പറ്റില്ല. ഒരു രൂപം മാത്രമേ അദ്ദേഹം ശരിക്കും ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിൽ എന്തോ ഒരു നന്മ കണ്ടിട്ടാണ് അദ്ദേഹത്തിന്റെ ലീഡർ അദ്ദേഹത്തെ ഈ ഒരു ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചത്. പക്ഷെ ആ ഒരു കഴിവ്, എന്തോ ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. ആ കഴിവ് വെച്ചിട്ടാണ് അദ്ദേഹം, അല്ലെങ്കിൽ കൈയിന്റെ കഴിവോ അല്ല കാലിന്റെ കഴിവോ എന്നല്ല, പക്ഷെ ആ മനസ്സിന്റെ ഒരു ഉറപ്പ്, അതായിരിക്കാം അദ്ദേഹത്തിന് ഈ ഒരു വിജയം വരെ എത്തിച്ചത്. അദ്ദേഹത്തിന്റെ വണ്ടിയായി, വീടായി, 2 ലക്ഷം വാങ്ങിച്ചൊരു വ്യക്തിയായി മാറി. അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ അദ്ദേഹം ഈ ഒരു ലെവലിലേക്ക് വന്നപ്പോൾ തന്നെ ഉണ്ടായി. അപ്പൊ ഇവിടെ അദ്ദേഹത്തെ സഹായിക്കാൻ കയ്യും കാലും ഉള്ള ആളുകൾ, ഒട്ടനവധി ആളുകളും ലീഡേഴ്സും അദ്ദേഹത്തിന് കൂടെ ഉണ്ടായി എന്നുള്ളതാണ് സത്യം. അപ്പൊ അവിടെ നമുക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല, ഏതൊരാൾക്കും ചെയ്യാൻ പറ്റും. നമുക്കറിയാൻ പറ്റും പല മേഖലകളിലും കാലില്ലാത്തവൻ ഓടിയിട്ട് ഫസ്റ്റ് റാങ്ക് നേടുന്നു, നമുക്ക് അറിയാൻ പറ്റും. അത് മനസ്സിന്റെ ഒരു ധൈര്യമാണ്. ആ ഒരു ധൈര്യം, അതിലൊരു തീരുമാനമാണ് നമ്മൾ ഏതിലും നമുക്ക് വിജയിക്കാൻ ഉതകുന്നത്. അപ്പൊ നമുക്ക്, അല്ലെങ്കിൽ ഞാൻ ആണാണ്, പെണ്ണാണ്, എനിക്ക് ഇത്ര പ്രായമായി, അല്ലെങ്കിൽ ഞാൻ ഇത്രത്തോളം ആയില്ലേ, ഇങ്ങനെയൊന്നും നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇത് ഫസ്റ്റ് വരുന്ന ഒരു ആശങ്ക ഉണ്ടായിരിക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് ധൈര്യം പറഞ്ഞു കൊടുക്കും. കാരണം എന്താണ്, അവർ ഓരോരുത്തരും ഓരോ നന്മയും അതുപോലെ തന്നെ ഓരോ എന്താ പറയാ ഒരു വിശ്വാസവും അതുപോലെ തന്നെ അവർക്ക് ഒരു കഴിവുകളും അവർക്കുണ്ടായിരിക്കാം. ആ കഴിവിനെ, അതെന്താണോ കഴിവ്, എന്തോ ആട്ടെ, പല വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഓരോ കഴിവുകൾ ഉണ്ടാവുക. പക്ഷെ ഇവിടെ നമുക്ക് 10 ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ ഓരോ വ്യക്തികളും ഓരോ കഴിവിനെ എടുത്തുകൊണ്ട് 10 കഴിവുകളാണ് നമുക്ക് ഒരുമിച്ച് കിട്ടുന്നത്. അവിടെയാണ് ഇവിടെ സക്സസ് കിട്ടുന്നത്. പക്ഷെ ഈ 10 കഴിവുകൾ നമുക്ക് ഒരുമിച്ച് കിട്ടുമ്പോൾ നമ്മൾ വളരുന്നതോടൊപ്പം തന്നെ ഈ 10 ആളുകളെയും നമുക്ക് ഒരുമിച്ച് വളർത്താൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ ആ ലെവലിലേക്ക് മാറുമ്പോൾ നമുക്ക് ഏതൊരു വ്യക്തിക്കും നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. അതുപോലെ തന്നെയാണ് ഒരുപാട് ആളുകളെ നമുക്ക് സഹായിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. നമുക്ക് പറ്റും, ഒരു ടെലിവിഷൻ മാർക്കറ്റിൽ നമുക്ക് എടുത്ത് നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹോട്ടൽ ഇടാന്ന് വിചാരിക്കാം. ഹോട്ടൽ ഇടുമ്പോൾ അദ്ദേഹത്തിന് ഫസ്റ്റ് അദ്ദേഹം ഹോട്ടൽ ഇടുമ്പോൾ അദ്ദേഹത്തിന് 100% എന്തായിരുന്നു അതിലെ റിസൾട്ട് കിട്ടിയിരുന്നു, അല്ലെങ്കിൽ അതിന്റെ മെച്ചം വരുമാനം കിട്ടിയിരുന്നു. ഓക്കെ. പക്ഷെ അതിന്റെ തൊട്ടടുത്താണ് വേറൊരു ഹോട്ടൽ വന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ഏകദേശം 25% അല്ലെങ്കിൽ 25%, 30% എന്തായാലും അദ്ദേഹത്തിന് വരുമാനം കുറയുന്നുണ്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു 100 പൊറോട്ടയാണ് ഒരു ദിവസം ചെലവായിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു ഹോട്ടൽ വരുമ്പോൾ ഇതിനേക്കാളും എന്താ പറയാ ടേസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 50% അല്ലെങ്കിൽ 50 പൊറോട്ടയോളം ഈ ചെലവുള്ളൂ. ബാക്കി പൊറോട്ടയിലേക്ക് അടുത്ത കടലിലേക്ക് ചെലവാകുന്നുണ്ടായിരിക്കും. കാരണം ഇവിടെ വന്നിട്ടുള്ള 50% ആളുകളും അപ്പുറത്തെ ഹോട്ടലിലേക്ക് പോയിട്ടുണ്ടാവും. അതും കൂടാതെ വേറൊരു ഹോട്ടലാണ്, നമുക്കറിയാൻ പറ്റില്ല, ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു സക്സസ് അതിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആളുകൾക്ക് സക്സസ് അതിലേക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പം എന്ത് ചെയ്യും, അപ്പൊ തന്നെ അപ്പുറത്തെ ഹോട്ടൽ ഇടാൻ നോക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു 3ാമത്തെ ഹോട്ടൽ വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വരുമാനം 25, ആദ്യത്തെ ഹോട്ടലുകാരന്റെ വരുമാനം 25%-ലേക്ക് മാറും.
പിന്നെ അതുപോലെ ഒരു സ്ഥാപനം വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇയാൾ ചിലപ്പോൾ അടച്ചു കൂട്ടി പോകേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ഓരോ എന്താ പറയാ പ്രയാസങ്ങളാണ് ടെലിവിഷൻ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ മറ്റൊരാളെ സഹായിക്കുക എന്ന് പറയുന്നത് ടെലിവിഷൻ മാർക്കറ്റിൽ ഇല്ല, അത് അസാധ്യമാണ്. കാരണം അവരെങ്ങനെയെങ്കിലും നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്. ഇവിടെ നമ്മൾ ഇവിടെ നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടർ വന്നാൽ നമുക്കതിന് അദ്ദേഹത്തിന്റെ താഴെ ആയിരക്കണക്കിന് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമുക്ക് ഉണ്ടാക്കാനാണ് നമ്മൾ നോക്കുന്നത്. കാരണം എന്താണ്, ഒരാളെ വിജയിപ്പിച്ചാലേ മറ്റേക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ലെവലിലേക്ക് മാറുമ്പോൾ എന്താ പറയാ, മറ്റൊരുപാട് ആളുകളെ നമുക്ക് സഹായിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. അത് ഒരുപാട് ആളുകൾക്ക്, ഒരുപാട് കുടുംബങ്ങൾക്ക് നമുക്ക് പറയാൻ പറ്റും. മുബീൻ സാറ് ഏകദേശം 50 ലക്ഷത്തോളം ആളുകൾ കുടുംബങ്ങൾക്കാണ് ഇപ്പൊ ചെറുതും വലുതുമായിട്ടുള്ള വരുമാനങ്ങൾ അദ്ദേഹത്തിന്റെ ഐഡിയുടെ താഴെ വാങ്ങുന്നത്. അപ്പൊ എത്ര സന്തോഷം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്കൊരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ഒരാൾക്ക് ഒരു അസുഖം മാറിയാൽ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വലിയൊരു ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു പുണ്യം തന്നെയാണ്. കാരണം എന്താണ്, അവരുടെ പ്രാർത്ഥനയിൽ ഇപ്പൊ ഞങ്ങൾക്ക് അനുഭവം ഒരു ഇതേപോലെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വീട്ടില് അദ്ദേഹത്തിന്റെ വൈഫിന്റെ ഉപ്പായ്ക്ക് ഒരു പ്രൊഡക്റ്റ് കൊടുത്തിരുന്നു. 95 മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. അതെന്താന്ന് ഇഷ്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷങ്ങളോളമായി അദ്ദേഹത്തിന് ശരിക്ക് എന്താണ് ഒരു കുമ്പിട്ടിന്ന് നിസ്കരിക്കാൻ പറ്റാത്തൊരവസ്ഥ, പള്ളിയിലേക്ക് പോകാൻ പറ്റുന്നില്ല. വർഷങ്ങളോളായി അദ്ദേഹം പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിട്ട്. പക്ഷെ ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്ത് ഏകദേശം 2 ബാച്ച് കൊടുത്തപ്പോഴേക്കും അദ്ദേഹം ചെറിയ രൂപത്തിൽ നിസ്കരിക്കാൻ തുടങ്ങി. എന്നിട്ട് കുറച്ച് പള്ളിയിൽ പോകല് തുടങ്ങി. അപ്പോഴാണ് ആളുകൾക്ക് അത്ഭുതമായിട്ടുള്ളത്. കാരണം വർഷങ്ങളോളം പല മരുന്നുകളും പല കാര്യങ്ങളും നോക്കിയിട്ടും റിസൾട്ട് കാണാത്ത ഒരു സിറ്റുവേഷനിൽ ഏകദേശം ഒരു 3 മാസത്തിനടുത്തായിട്ടുള്ളൂ അദ്ദേഹം പള്ളിയിൽ പോയി നിസ്കരിക്കാൻ തുടങ്ങി. പക്ഷെ ഇവിടെ അതിനേക്കാൾ ഉപരി ഞാൻ എന്താണ് ആലോചിക്കുന്നത് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളാണ് എന്റെ ജീവൻ തിരിച്ചു തന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണെന്ന് വെച്ചാല്, എനിക്ക് സാധ്യമല്ല എന്ന വിചാരിച്ചിരുന്ന ഒരു കാര്യം, എന്റെ വീട്ടുകാരെല്ലാവരും പറഞ്ഞുള്ള കാര്യം, ഡോക്ടർമാരും പറഞ്ഞുള്ള കാര്യം, അത് തന്നെയാണ് സാധ്യമാകില്ല എന്നുള്ളത്. ആ ഒരു സാധ്യമാകില്ല എന്ന് പറഞ്ഞൊരു കാര്യം എനിക്കത് സാധ്യമായപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയതും ഞങ്ങളെയാണ്. കാരണം അതിന് ഏറ്റവും വലിയൊരു എന്താ പറയാ, അതിന് പറയാന്നറിയാ. അപ്പൊ ആ സിറ്റുവേഷൻ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. നമ്മൾ കോടിക്കണക്കിന് രൂപ കിട്ടിയതിനേക്കാൾ അപ്പുറമാണ് ആ ഒരു സന്തോഷം കിട്ടുന്നത്. കാരണം അങ്ങനെ ഒരു പ്രാർത്ഥനയെ നമ്മൾ ഉൾക്കൊള്ളിക്കുക. അപ്പോ എന്താ പറയാ, ആ ലെവലിലേക്ക് നമുക്ക് എന്താ പറയാ, നമ്മളിലേക്ക് മാറ്റങ്ങൾ വരുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് മാറാൻ പറ്റും. കാരണം ഒരുപാട് ആളുകളെ സഹായിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ താഴെ നമ്മുടെ കൂടെ വന്ന ഒരു വ്യക്തിക്ക് ഒരു 500 രൂപയെങ്കിലും നമുക്ക് ഇതിലൂടെ വാങ്ങിക്കൊടുക്കാൻ പറ്റിയാൽ, ഏറ്റവും ചുരുങ്ങിയ ഒരു 500 രൂപ വാങ്ങിക്കൊടുക്കാൻ പറ്റിയാൽ അത് ഏറ്റവും വലിയൊരു നമുക്കൊരു സന്തോഷം തന്നെ, അദ്ദേഹത്തിന് വലിയൊരു സഹായം തന്നെയാണ്. അപ്പൊ ആ ഒരു നന്ദിയും കടപ്പാടും എന്നും നമ്മളോട് അവർക്കും ആ കുടുംബത്തിനും ഉണ്ടാവുന്നുണ്ടായിരിക്കും. ഇതൊക്കെ തന്നെയാണ് നമുക്ക് വലിയൊരു അഡ്വഞ്ചർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് നമ്മളിലൂടെ സഹായം എത്തിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ, നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. ഇപ്പൊ ഏതൊരു എന്താ പറയാ ജോബിലായാലും ശരി, അതൊരു എന്താ പറയാ നമ്മുടെ ബിസിനസ്സിലായാലും ശരി, അവിടെ നമ്മൾ വരുമാനം കിട്ടുന്നുള്ളതെന്ന് മാത്രം തന്നെ, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ആസ്പദമായിട്ടുള്ള വരുമാനം കിട്ടുന്നു എന്നുള്ളതിലല്ലാതെ വേറൊരു കാര്യവും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നില്ല. പക്ഷെ ഇവിടെ നിന്ന് ആലോചിച്ച് നമ്മൾ ഇവിടെ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ വരുമാനത്തോടൊപ്പം നമ്മൾക്ക് പറഞ്ഞ ഒരുപാട് ഘടകങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് ചെയ്യുന്ന കൂടെ തന്നെ നമുക്ക് ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുക, അത് നമ്മളെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. കാരണം എന്താണ്, നമ്മുടെ ഈ പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമ്മുടെ ആരോഗ്യം നമ്മൾ ആദ്യം നോക്കണം. അല്ലാതെ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് പോയിട്ട് പെട്ടെന്ന് വിൽക്കുകയല്ല വേണ്ടത്. അതിലൊരു ജെനുവിനിറ്റി നമുക്ക് ഒന്നും ഇല്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, നെഗറ്റീവ്സ് പെട്ടെന്ന് നമുക്ക് നമ്മളിലേക്ക് അറ്റാച്ച് ചെയ്യും. കാരണം എന്താണ്, ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് അതിന് ചെറിയൊരു എന്താ റിസൾട്ട് പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും, അത് അല്ലാതെ തന്നെ അവര് ചോദിക്കുകയാണ്, ഈ പ്രൊഡക്റ്റ് കഴിച്ചാൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കില്ലേ എന്നൊക്കെ ചോദിച്ചു വന്നാൽ പോലും നമുക്കതിന് മറുപടി പറയാൻ നമ്മൾ തപ്പിപ്പഴ കാണിക്കും. കാരണം എന്താണ്, നമ്മളിത് ഉപയോഗിച്ചിട്ടില്ല. ഇത് ഉപയോഗിച്ചൊരു വ്യക്തിക്ക് നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞൂടെ, കാരണം ഇത് ഞാൻ ഉപയോഗിച്ചു, നിങ്ങൾ ധൈര്യമായിട്ടുള്ളൂ, അതിൽ എന്തോ പ്രശ്നം ഉണ്ട്, എന്തോ പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരിക്കാം. അതെന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിനെന്താണ് കൊടുക്കേണ്ടത് അതും കൂടി ഐഡന്റിറ്റി കൊടുക്കുക. ഇങ്ങനെ ആ ഒരു
ചെയ്യലിന് നമുക്ക് എന്ത് ചെയ്യും, ഒരു ധൈര്യം വരും. അതെന്തുകൊണ്ടാണ് നമ്മളിത് ഉപയോഗിച്ചതുകൊണ്ട് നമുക്ക് അതിന്റെ ധൈര്യം വരും. അപ്പോ എന്താ പറയുക, പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് കൊണ്ട് തന്നെ നമുക്ക് ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് സുരേഷ് സാറ്, അതുപോലെ തന്നെ ഒരുപാട് ലീഡേഴ്സ് പറയാൻ പറ്റും. അവരൊക്കെ അത്രയും പ്രായമായിട്ട് പോലും ഒരു യങ്ങായിട്ട് അവർ എന്താ നമ്മളെ മുന്നിൽ വരുന്നെന്ന് പറയുമ്പോൾ, നടത്തുന്നെന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും അവര് കഴിച്ച പ്രൊഡക്റ്റിന്റെ റിസൾട്ട് തന്നെയാണ് അതിന്റെ ഇതെന്നുള്ളത്. ഇപ്പൊ നമുക്ക് ഞാൻ നിങ്ങൾക്ക് അടയ്ക്കുന്ന ആളുകളൊക്കെ അറിയാം, നമുക്ക് രാവും പകലും ഓടി ഡെയിലി നമ്മൾ രാവും പകലും ഈ ബിസിനസ്സിന് വേണ്ടി പല എന്താ പറയുക ജില്ലകളിലേക്കും ട്രെയിൻ കയറിയും ബസ് കയറിയും അങ്ങനെ ഒരുപാട് യാത്രകൾ ചെയ്ത് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന ആളുകളാണ് നമ്മളൊക്കെ. എന്നാലോചിച്ച് നമുക്ക് ഒരു ദിവസം രാവിലെ തൊട്ട് പിറ്റേ ദിവസം രാവിലെ വരെ നമുക്ക് പ്ലാൻ പറഞ്ഞാലും അല്ലെങ്കിൽ നമുക്ക് വർക്കിന് ഇറങ്ങിയാൽ നമുക്ക് ഒരു ക്ഷീണം വരുന്നില്ല. കാരണം എന്താണ്, നമ്മൾ ശരിക്കും സത്യസന്ധമായിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ശരിക്കും നമ്മൾ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് വരുന്നത്. കാരണം ഒരു ക്ഷീണം കാര്യമൊന്നും ഉണ്ടാവില്ല. കാരണം എനിക്കറിയാൻ പറ്റും, എന്താ പറയാ, ഞാൻ ജോലി സ്ഥലത്തൊക്കെ അറിയാൻ പറ്റും, ഒരു 5 മണി കഴിഞ്ഞാൽ 5:30 ആകുമ്പോഴേക്കും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ പിന്നെ ഭയങ്കര ക്ഷീണത്തിലാണ് വരിക. ഞാൻ എങ്ങനെയും ജോലി ഒന്ന് കഴിഞ്ഞിട്ടാൽ മതി എന്നുള്ള ലെവലിലാണ് ആ സമയത്ത് നിൽക്കുന്നത്. പിന്നെ വീട്ടിലെത്തി പിന്നെ ഒന്നിനും വയ്യാത്തൊരു സ്ഥിതിയാണ്. പിറ്റേന്ന് രാവിലെ 7 മണിക്ക് എണീറ്റ് പോകും വേണം. അപ്പൊ അങ്ങനെ ആ ഒരു ഓട്ടം തന്നെയായിരുന്നു അവിടെ. പക്ഷെ ഇവിടെ നമ്മൾ ആലോചിക്കാൻ പറഞ്ഞല്ലോ, നമുക്ക് എത്ര നമുക്ക് ഇറങ്ങിയാലും എത്ര ഈ ഒരു രാവുമ്പോലും ഓടിയാലും നമുക്കൊരു തളർച്ചയോ അതൊരു ക്ഷീണമോ കാര്യങ്ങൾ തോന്നില്ല. കാരണം ഒന്നാമത് നമ്മൾ മറ്റൊരാളെ വിജയിപ്പിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വർക്കിന് ഇറങ്ങുന്നത്, നമ്മൾ ഈ ഒരു ഓട്ടപ്പാച്ചിൽ പോകുന്നത്. അപ്പൊ ആ ഒരു സന്തോഷം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ നമ്മളെ മനസ്സ് ഒരിക്കലും നമ്മുടെ ശരീരവും നമ്മൾ തളരില്ല. അതിന്റെ കൂടെ നമ്മൾ ഈ പ്രൊഡക്റ്റുകളും കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും ക്ഷീണമോ മറ്റോ കാര്യങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മൾ ഡെയിലി 1-2 പ്രൊഡക്റ്റുകൾ, നമ്മൾ 4-5 പ്രൊഡക്റ്റുകൾ നമ്മൾ ഡെയിലി കഴിക്കേണ്ടതുണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. 26 പോയിന്റ് കാര്യങ്ങളോളം നമുക്ക് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു അവസരത്തിൽ നമുക്ക് എല്ലാം പറയാം. അപ്പൊ എന്തായാലും സമയം അതിക്രമിച്ച് തുടങ്ങിയിട്ടുണ്ട്. വളരെ ഉപകാരപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ നമുക്ക് എന്താണ് ഈ ഒരു ആളുകൾ എന്താണ് ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുന്നത്, അതുപോലെ തന്നെ എന്താണ് പാതി വഴിയിൽ വെച്ച് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗുണമേ നമ്മൾ നോക്കുന്നുള്ളൂ, ഇതിൽ വരുമാനം. ഇന്ന് ഇറങ്ങിയിട്ട് നാളെ ലക്ഷങ്ങൾ വാങ്ങാന്നുള്ള ആ ചിന്തയിലാണ് എല്ലാവരും ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. പക്ഷെ നമ്മളൊരു കൂലിപ്പണിക്കാരന്റെ ചിന്തയിൽ നമുക്ക് ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാൻ പാടില്ല. ഒരു ബിസിനസ്മാന്റെ മൈൻഡ് സെറ്റോട്, ഒരു യൂസഫ് അലി സാറിന്റെ മൈൻഡ് സെറ്റോട് കൂടി എടുക്കണം. കാരണം എന്താണ്, അദ്ദേഹം 15 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ലുലു മാളിന്റെ ഒരു ലാഭം അയാൾ പ്രതീക്ഷിക്കുന്നെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ഒരു ചിന്തയിലേക്കായിരിക്കണം. പക്ഷെ ഇവിടെ നമുക്ക് അതിനേക്കാളൊക്കെ എത്രയോ ഒരുപാട് ഗുണങ്ങൾ, നമ്മൾ ഒരുപാട് ഇനി പറഞ്ഞാൽ തീരാത്ത എത്രയോ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഒറ്റ സ്റ്റേറ്റിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ആരും ശരിക്കും മനസ്സിലാക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. ഇത് വരുമാനം 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 എന്നുള്ള ആ ലെവലിൽ മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അപ്പൊ അതൊക്കെ നമുക്കറിയാം, ലീഡേഴ്സിനൊക്കെ അറിയാം എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നൊക്കെ. അതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബിസിനസ് ഒരിക്കലും എന്ത് പ്രത്യന്തം നമ്മൾ വിട്ടുപോകില്ല. അപ്പൊ എന്തായാലും നമുക്ക് ലെവലൊക്കെ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് ലീഡേഴ്സ് നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. എന്തായാലും ഈ ഒരു അവസരം, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റിയ ദൈവത്തോട് നന്ദി പറയുന്നത്. ഫൗണ്ടേഴ്സ് ഫാമിലി മനോജ് സാറിന്റെ നമ്മളെ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ടീം മെമ്പേഴ്സിനും അതുപോലെ ഇതിൽ ഓരോ ലീഡേഴ്സിനും അതുപോലെ തന്നെ എസ്പെഷ്യലി ഇസ്മായിൽ സാറിനും ഈ ഒരു അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ശിക്ഷണത്തിലാണ് വളർന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഞാനിവിടെ പറയുന്നത്, അദ്ദേഹത്തിന്റെ വരികളാണ് ഞാനിവിടെ പറയുന്നത്. എന്നെ ഈ വരികൾ പറയാൻ പ്രാപ്തമാക്കിയത് അദ്ദേഹത്തെ പോലുള്ള ഫീൽഡിൽ എന്താ പറയുക പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ള ലീഡേഴ്സിന്റെ ഒരു എന്താ പറയാ ചുവട്ടിൽ വളർന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ളത്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അതിനെ കുറിച്ചൊക്കെ നമ്മുടെ ഈ ദേശീയ പറയാൻ ആരുമില്ല. അപ്പൊ എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ MC ഷീന മാഡത്തിനും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. എല്ലാവർക്കും വലിയൊരു വിജയാശംസകൾ നേർത്തുകൊണ്ട് 2025 നമുക്കൊരു പ്രയാസങ്ങളില്ലാതെ വലിയ രീതിയിലുള്ള വരുമാനത്തിലേക്ക് ടീമിനെ ഡെവലപ്പ് ചെയ്യാനും വലിയ റാങ്ക് അച്ചീവ് ചെയ്യാനും എല്ലാവർക്കും പറ്റട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസം എനിക്ക് നൽകിയ പ്രവേശനോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബെസ്റ്റ് വിഷസ് പറയാം.